പലരും പറയുന്ന കാര്യം മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം അത് ഏറ്റവും വൃത്തികെട്ടതാണ്, ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ടതാണ്. ഹിന്ദുക്കളുടെ ഈ ഗ്രന്ഥം ഒരിക്കലും മനുഷ്യനെ നേരായ വഴിക്ക് നയിക്കുന്നതെല്ലാം അത് സ്ത്രീ വിരുദ്ധത നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ, ഇതുവരെ കാണാത്ത ആൾക്കാർ, അതിൻ്റെ പുറംചട്ട പോലും കാണാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ പറയുന്നത്. ഞാൻ മനുസ്മൃതി 3 പബ്ലിക്കേഷൻ്റെ മനുസ്മൃതി എൻ്റെ അടുത്തുണ്ട്, ഞാനത് വായിച്ചതാണ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥം ഹിന്ദുക്കളുടേതല്ല, ഹിന്ദുവിൻ്റെ ആധികാരികമായ ഗ്രന്ഥമല്ല മനുസ്മൃതി. മറിച്ച് അത് മുൻകാലത്ത് ഭാരതത്തിലുണ്ടായിരുന്ന ഒരു നിയമ സംഹിതയാണ് എന്ന് മാത്രം, ഭരണഘടനയാണ് എന്ന് മാത്രം, പണ്ട് കാലത്ത്. അതിനുശേഷം 120ഓളം ഭരണഘടനകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നുള്ളത് അംബേദ്കർ സ്മൃതി. എന്നാൽ ഈ മനുസ്മൃതിയിൽ സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയുമ്പോൾ അവിടെ എവിടെയും സ്ത്രീ വിരുദ്ധതയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, എവിടെയെങ്കിലും സ്ത്രീ വിരുദ്ധതയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. കൃത്യമായി വായിക്കാതെ ഏതെങ്കിലും ബാലരമയിലോ മനോരമയിലോ കണ്ടിട്ടുള്ള കാര്യമല്ല പറയേണ്ടത്, കൃത്യമായിട്ട് പറയാം. മനുസ്മൃതിയിൽ സ്ത്രീ വിരുദ്ധത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. അതിൽ വളരെ വ്യക്തമായി പറയുന്നത് എന്താണെന്ന് അറിയാമോ? എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി. എന്ന് വെച്ചാൽ എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ ദേവതമാർ രമിക്കും, അല്ലെങ്കിൽ ദേവതമാർ വിളയാടും എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിൽ എവിടെയാണ് സ്ത്രീ വിരുദ്ധതയുള്ളത്? സ്ത്രീകളെ പൂജിക്കാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടി പറയുന്ന മനുസ്മൃതി എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമാകുന്നത്? തൻ്റെ ഇടമുള്ളവർ, ഇതിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ അത് ചൂണ്ടിക്കാണിക്കുക എവിടെയാണെന്ന്. നമുക്ക് നേരിട്ട് സംവദിക്കാം.